എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ടെക്സ്റ്റൈൽ ഷോപ്പില് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നയനയും മുത്തശ്ശിയും നവ്യയും എല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ ദേവേന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? നിനക്ക് ഇഷ്ടമുള്ള സാധനം നീ എടുക്കുക. ഇതിപ്പം നയൻ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊള്ളത്തില്ലെന്ന് പറയേണ്ട കാര്യം നിനക്കില്ലെന്ന് പറയണം. ഇത് കേട്ടൻ ദേവേന് പറഞ്ഞു, ഇത്രയും കാലം ഞാന് അല്ല ഇവിടെ എല്ലാവർക്കും സെലക്ട് ചെയ്തോണ്ടിരുന്നേ, പെട്ടെന്നെന്താ ഇപ്പൊ ഇങ്ങനെയെന്ന് ചോദിക്കാം. അത് പിന്നെ ഡിസൈനിന്റെ കാര്യത്തിലാണ്, എല്ലാ കാര്യത്തിലാണെങ്കിൽ നയനമോൾക്കല്ലേ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നേ. അപ്പൊ അവള് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മോശമാവില്ല എന്ന് പറയണം. ഓ അങ്ങനെ, അപ്പൊ നമ്മളിപ്പൊ വെറുതെക്കാരിയല്ലേന്ന് ചോദിക്കണം. ജലജ പറഞ്ഞു, അതേ ഏട്ടത്തി, ഇപ്പൊ നമ്മളെ ആർക്കും വേണ്ടാന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ പറയരുത് ജലജ, നീയ കാര്യമില്ലാതെ പറയരുത്. നമ്മളൊരു നല്ല സാധനം കണ്ടാൽ നല്ലതെന്ന് പറയാനായിട്ട് പഠിക്കണം, അല്ലാതെ നല്ലത് കാണുമ്പോ അത് മോശമെന്ന് പറയരുതെന്ന് പറയാം. ഈ സമയത്ത് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇത് അനാമയ്ക്ക് നന്നായിട്ട് ചേരുമല്ലേ, ഈ സാരി നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് നവ്യോട് ചോദിക്കുക. പെട്ടെന്ന് ദേവേന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നല്ല ഭംഗിയുണ്ട് മോളെ, അത് തന്നെ അനാമയ്ക്ക് എടുത്താൽ മതി എന്ന് പറയാം. ദേവേന്റെ മുഖം അങ്ങോട്ട് കടന്നല കുത്തിയതുപോലെയായി. അങ്ങനെ മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ എടുത്തോളാൻ പറയാണ്. ഈ സമയം നയനയുടെ മനസ്സിലൊരു തോന്നലുണ്ടായി, ആദർശാണ് തന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരിക്കും, താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അങ്ങനെ ഇപ്പൊ ആളാവണ്ട, തന്നെ വിളിച്ചല്ലേ, തന്നെ അങ്ങോട്ട് ഫുഡൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ, അങ്ങോട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഈ സമയം ആദർശ് കണ്ടിന്യൂസിൽ വിളിച്ചോണ്ടിരിക്കുക നയനെ, വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ഫോൺ സ്വിച്ച് ഓഫാ പറയണേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും, പെട്ടല്ലോ, അവളെ വിളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, വെറുതെ പോയി വിളിച്ചു പോയതാ. ആ സമയം കൂടെ അനി വന്നിട്ട് ചോദിച്ചു, എന്താട്ടാ ഏട്ടനെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇതേ അടുക്കളയിൽ പോയി പാചകം ചെയ്യാൻ പറഞ്ഞിട്ട്. എടാ പെട്ടടാന്ന് പറയണ. പെട്ടോ എന്ത്? അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ആരോടും പറയില്ലെന്ന് പറയണം. പറയില്ല, അതെന്താ? അല്ല അത് പിന്നെ കാര്യം എന്താന്ന് പറ. അതെ, നയനയുടെ സഹായത്തോടു കൂടി ഇവിടം വരെ എത്തിയെന്ന് പറയണം. നയന ഇച്ചിരി സഹായത്തോടെയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ. അല്ല അതെന്താന്ന് വെച്ചാ ഉണ്ടല്ലോ, അവൾ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അത് പ്രകാരം ഞാൻ മുമ്പേ ആഹാരം ഉണ്ടാക്കിയെന്ന് പറയണം, മുമ്പത്തെ കറികൾ ഉണ്ടാക്കിയത്. ഓ അങ്ങനെ വരട്ടെ, അതാണ് ഇയർബഡ്സ് വെച്ചോണ്ട് ഇരുന്നല്ലേ, ഇപ്പോഴല്ലേ സംഗതിയുടെ കിടപ്പ് മനസ്സിലായത്. എന്നിട്ടിപ്പോ എന്ത് പറ്റി? അവളെ ഞാനൊന്ന് ദേഷ്യപ്പെടുത്തി, അവൾ എന്നോട് ദേഷ്യപ്പെട്ട് ഇനി വിളിച്ച ഫോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് പോയടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവള് പിണങ്ങി. ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞു തരുമെന്ന് തോന്നുന്നില്ല, പെട്ടാ തന്നെയാന്ന് പറയാം. അല്ലെങ്കിൽ ആദർശാണ് ഇടിച്ചിട്ട് എല്ലു കൂടുതലാ. ആദർശാണ് മര്യാദയ്ക്ക് ഇരുന്നാ പോരായിരുന്നോ? വെറുതെ എന്തിനാ നയനേരത്തെ ചൊടിപ്പിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിച്ചോ, എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ആളല്ലേ, ഇനി സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്തോളാം പറയാം. എടാ ഞാൻ ഇനി എന്ത് ചെയ്യൂടാ, എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയത്തില്ല, മുത്തച്ഛനോടേ പറഞ്ഞു. ഇപ്പൊ മുത്തച്ഛനാ നല്ല കട്ടക്കലിപ്പിലായിരിക്കും എന്ന് പറയാ. പിന്നീട് ആദർശം അനിയും കൂടെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. മുത്തശ്ശൻ ചോദിച്ചു, നീയൊക്കെ എന്ത് ചെയ്തെടുക്കുവാടാ? ഇപ്പൊ തന്നെ അവരിങ്ങോട്ട് വരുമെന്ന് പറയാം, തരക്കേടില്ലാത്തൊരു ഫുഡ് അവർക്ക് കൊടുക്കണ്ടേ? ഇതിപ്പോ ആദർശം ഒന്നും മിണ്ടിയില്ല. എടാ നിന്നോടാ ചോദിക്കുന്ന, ഫുഡ് ഉണ്ടാക്കുന്നില്ലേന്ന്. അല്ല അത് പിന്നെ ഞാൻ ഇത്ര സമയം ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് ഇത് എന്ത് പറ്റി? കാറ്റ് പോയ ബലൂൺ പോലെ ആയിപ്പോയല്ലോ. എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആയാലും ഇവിടെ ഒന്നും തയ്യാറാവത്തില്ല, അവരിപ്പൊ തന്നെ ഇങ്ങോട്ട് വരും, പുറത്തുനിന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ ആയിരിക്കും വരുള്ളൂ. കാരണം നമ്മുടെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതൊക്കെ നല്ല ഉറപ്പുണ്ട് എനിക്ക്, അതുകൊണ്ടാ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നീ ഉണ്ടാക്കാൻ നോക്കാൻ പറയാണ്. അല്ല അത് പിന്നെ അച്ഛാ ഞാന്. ഈ സമയം അനി പറഞ്ഞു, അതെ മുത്തച്ഛ, ഞാനൊരു കാര്യം പറയാന്ന് പറയാം. എന്ത്? അതെ ആദർശേട്ടനെ അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, പിന്നെ അവനല്ലാതെ പിന്നെ അവന്റെ പ്രേതമാണോ? അതല്ല മുത്തശ്ശ, നയനടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഇയർബഡ്സ് വെച്ച് ആദർശേട്ടൻ കേട്ടോണ്ടിരുന്ന നയനടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന കാര്യങ്ങളാ. അങ്ങനെയാണ് ആദർശേട്ടൻ ഇത്രയും സമയം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയാം. ആഹാ, നീ കൊള്ളാലോ അങ്ങോട്ട്. ഓഹോ, അപ്പൊ നീ കള്ളത്തരത്തിലൂടെയാണ് നീ ചെയ്തോണ്ടിരുന്നത് അല്ലേന്ന് ചോദിക്കാം. അല്ല മുത്തശ്ശ, ഒരു നല്ല കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. കൂടുതലൊന്നും പറയണ്ട, നിന്നോട് പറഞ്ഞെന്താ, നമുക്കറിയാവുന്ന പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാല്ലേ, അന്നേരം നീ എന്തിനാണ് അവളുടെ കൂട്ട് പിടിക്കാൻ പോയി നിൽക്കുക? അല്ല മുത്തശ്ശ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നീ ഇങ്ങനെ കള്ളത്തരം ഒന്നും കാണിക്കത്തില്ലെന്ന്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് മുത്തശ്ശ, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടല്ല ഞാനൊരു കള്ളത്തരം പറഞ്ഞത്. കൂടുതൽ നീ പറയണ്ട. എടാ അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ലെന്ന് പറയണം. അപ്പൊ എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞ് ഏറ്റെടുത്തതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി തീർന്നു? എന്നിട്ട് ഇപ്പൊ ആണ്ടേ. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഉള്ള കറിയൊക്കെ കൂട്ടി അവർക്ക് കൊടുക്കാന്ന് പറയാ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. ജയൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തിയാലോ, ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തിയിട്ട് കറികളൊക്കെ കൊടുക്കാലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ആദ്യം അതങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നോ? ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അവരുടെ മുന്നിൽ നാണം കിടും നമ്മൾ എന്താണെങ്കിലും.
ഈ സമയം ആദർശം ശരിയാ, ഒരു പക്ഷെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരാഴ്ച അവള് ഇനി ഇത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും നമ്മളെ. അപ്പൊ നിനക്ക് ആ ബോധ്യമൊക്കെ ഉണ്ടല്ലേ? നല്ല കഥയായിപ്പോയി, എന്താന്ന് വെച്ച് ചെയ്തോന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുവാണ്. ആദർശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം ജയം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അറിയാവുന്ന പോലെയൊക്കെ എല്ലാരും കൂടെ അങ്ങോട്ട് പാചകം ചെയ്യാൻ പറയണം. ആദർശ് പറഞ്ഞു, മുത്തശ്ശൻ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആദർശ് ഭയങ്കര ധൈര്യത്തോടു കൂടി അടുക്കളയിലേക്ക് ചെന്ന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാണ്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് നയനെ നമ്പി അവരെല്ലാം കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അതെ അനാമയ്ക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, അല്ല നയനമോക്കുള്ള എടുത്തോ, അതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. കുഴപ്പമില്ല മുത്തശ്ശി എന്ന് പറയണം, അല്ലെങ്കിൽ ഞാനങ്ങനെ അധികം ഡ്രസ്സൊന്നും എടുക്കാറൊന്നുമില്ല, എനിക്ക് അതിനോടൊന്നും അധികം താല്പര്യമില്ലെന്ന് പറയണം. ഇതേട്ടപ്പം ജലജ പറഞ്ഞു, പിന്നെ എടുക്കാറില്ല പോലും, ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇപ്പൊ താരാതാളത്തിലല്ലേ എടുത്തു കൂട്ടുന്നതൊക്കെ പറയണം. ഇതൊക്കെ നവ്യക്ക് അങ്ങോട്ട് പിടിച്ചില്ല, കാരണം കുറ്റപ്പെടുത്തി കഴിയുമ്പം നവ്യക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. എപ്പം നോക്കിയാലും എന്തായാലും കാരണം പറഞ്ഞ് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അല്ല ഇനിയിപ്പൊ ജ്വല്ലറി എടുക്കാൻ പോണ്ടേ, സ്വർണ്ണക്കടയിലേക്ക് പോണ്ടേന്ന് ചോദിക്കാം. പോണം. മുത്തശ്ശി പറഞ്ഞു, എന്നാലും നയനമോൾ ഉള്ളതുകൊണ്ട് ഈ തവണ ഓണത്തിനൊക്കെ നല്ല സെയിലാന്നാ പറയുന്നേട്ടെ. നയനമോളുടെ ഡിസൈനിങ് ആ ഒരു കളക്ഷൻ ചെറിയ ആൾക്കാരെല്ലാം വരുന്നതെന്നാ പറയുന്നേട്ടെ. എന്താണ് നല്ല കാര്യമാണ്. നയനമോൾ ഈ കുടുംബത്തിലേക്ക് വന്നേ പിന്നെ ഓരോ ദിവസം വെച്ചടി ഉയർച്ച ഉണ്ടായെന്ന് പറയാം. ദേവേനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെന്തമ്മേ എപ്പം നോക്കിയാലും ഒരു നയനപുരാണം മാത്രം ഉള്ളല്ലോ എന്ന് പറയാം. അത് പിന്നെ അവള് ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ ദേവേനി, പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് പറയാം. ഇത് കേട്ടാൻ ജലജ പറഞ്ഞു, അതിന് ഇതുപോലെ എപ്പോഴും പറയേണ്ട കാര്യമില്ലമ്മേ, ഒരു തവണ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് പറയാം. മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു, നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തവണയെന്നല്ല 9 തവണ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. വല്ല കുരുട്ടുബുദ്ധിയും കാര്യങ്ങളും ആണെങ്കിൽ പെട്ടെന്ന് നിനക്ക് അങ്ങോട്ട് മനസ്സിലാവും. പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊന്നും നിന്റെ ചിന്തയിലോ മനസ്സിലോ ഒന്നും വരത്തില്ലോ എന്ന് പറയാം. പിന്നീട് പറഞ്ഞു, ബാ നമുക്ക് ജ്വല്ലറി ഷോപ്പിലേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവർ ജ്വല്ലറി ഷോപ്പിലേക്ക് വരുവാണ്. ജ്വല്ലറി ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പം ചെറിയ കടയിലേക്ക് ആദ്യം വരുന്നത്. പെട്ടെന്ന് ജല ചോദിച്ചു, ഇതെന്താ ചെറിയ കടയിലേക്ക് വന്നേ? മുത്തശ്ശി പറഞ്ഞു, അതെ ഏറ്റവും ചെറിയ കട വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്, കാരണം വലിയ കടകളിലൊക്കെ ഇപ്പം തിരക്കല്ലേ, ഓണത്തിന് ടൈമല്ലേ, അതുകൊണ്ട് മുത്തശ്ശനെ പറഞ്ഞ ചെറിയ കടയിലേക്ക് പോയാൽ മതി, ഇവിടെ ആകുമ്പോൾ ഇച്ചിരി തിരക്ക് കുറവാണല്ലോ, അതുകൊണ്ടാന്ന് പറയാം. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് വണക്കം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. അല്ല മൂർത്തി സാറ് വിളിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കും. അതെ അതെ മൂർത്തി സാറ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ എന്ന് പറയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേയൊക്കെ തിരക്കുകളൊക്കെ ഒഴിവാക്കിയെന്ന് പറയണേ. അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ വരുവാന്ന് പറഞ്ഞിട്ട് കടയിലെ തിരക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പിന്നീട് എന്താന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് അവരങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് അവരെ സെലക്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാരും ചോദിച്ചു വരുന്ന നയനമാടൻ ഡിസൈൻ ചെയ്ത ആ കളക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ വരുന്നത്, കാരണം അത് അത്രമാത്രം വിറ്റഴിക്കപ്പെടുന്നുണ്ടെന്ന് പറയണം ഇവിടെ. ഇത് കേട്ടപ്പോൾ നയനയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായി. മുത്തശ്ശി പറഞ്ഞു, അത് അങ്ങനെയല്ലേ വരുള്ളൂ, നയനമാൾ ഡിസൈൻ ചെയ്ത ആഭരണങ്ങള് അതൊന്നിനൊന്നിനും സൂപ്പർ അല്ലേ, അതുകൊണ്ടല്ലേ ഈ തവണ നമ്മുടെ കച്ചവടമൊക്കെ കൂടുതലും മെച്ചപ്പെട്ടേന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനിക്കും ജലജിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അവരോട് സെലക്ട് ചെയ്യാനിരിക്കുകയാണ്. ഈ സമയത്ത് നവ്യ നോക്കുമ്പോൾ നല്ല നല്ല അടിപൊളി നെക്ലേസുകളൊക്കെ കിടക്കുന്നു. നവ്യ അത്തലേക്ക് നോക്കിയിട്ട് നവ്യ പറഞ്ഞു, എന്റെ പഴയ ആഭരണങ്ങളെ കുറെ കൊണ്ടു മാറി ഇതുപോലത്തെ പുതിയതൊക്കെ എടുക്കണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടല്ലേ നയനെ കാണാനെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, ഇത് മാത്രം എവിടെ ആഭരണം ഇരിക്കും നിനക്ക്, കുറെ ഉണ്ടല്ലോ അല്ലേന്ന് പറയണം. അതെ അത്യാവശ്യമുള്ളതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ തന്നു വിട്ടിട്ടുണ്ട് എനിക്ക് നോക്കും, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അതെ മാറ്റാനും പിടിക്കാനൊന്നും നിൽക്കണ്ട, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് വാങ്ങിച്ചാൽ മതി, പിന്നെ ട്രസ്റ്റിൽ നിന്നാണല്ലോ പൈസ പോണേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ട്രസ്റ്റിൽ നിന്ന് പൈസ എടുത്തോളും, പ്രശ്നമില്ല എന്ന് പറയാം. അതേസമയം നയന പറഞ്ഞു, അതെ നവ്യടുത്ത് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാൻ പോകണ്ട എന്ന് പറയണം. എന്തിനാ വെറുതെ ഇങ്ങനെ ഉള്ളെല്ലാം വാരിക്കൊണ്ട് വീട്ടിൽ വെക്കണേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ വെറുതെ എന്തിനാ നമ്മൾ ആ സെലക്ട് ചെയ്ത പൈസ കളയുന്നത്, അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക. നവ്യ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം മുത്തശ്ശി ചോദിച്ചു, അല്ല മോള് സെലക്ട് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നു. എനിക്കൊന്നും വേണ്ട മുത്തശ്ശി എന്ന് പറയണം. ഈ സമയം ജഡ്ജ് പറഞ്ഞു, ആ നെക്ലേസ് അങ്ങ് എടുക്കാൻ പറയണം. അപ്പം അതങ്ങ് എടുത്തു. പെട്ടെന്ന് ദേവേനെ അത് വാങ്ങിച്ചു നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ട സ്റ്റാഫ് പറഞ്ഞു, ഇത് നയനമാടത്തിന്റെ ഡിസൈനിങ് ആന്ന് പറയാനാണ്. ഇത് കേട്ടതും ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി. ദൈവമേ നല്ലതാന്ന് പറയുകയും ചെയ്തു, ഇനി ഇപ്പൊ ഇത് എടുക്കാതെ വേറെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നയനയുടെ ഡിസൈനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നല്ലോ. ഈ സമയം ജലജയും കൂടെ പറഞ്ഞു കൊടുത്തു. ജലജ എടുത്തിട്ട് ജലജ നല്ലതാണെന്ന് പറഞ്ഞ് കഴുത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അതും നയനയുടെ കളക്ഷൻ പെട്ടാന്ന് പറയാണ്. രണ്ടുപേരുടെ മുഖം അങ്ങോട്ട് മാറി. കാരണം ആ കടയിൽ ഏതെടുത്താലും അതൊക്കെ നയന ഡിസൈൻ ചെയ്ത ഓരോ വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അനന്തപുരിയിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ആദർശ് അങ്ങനെ രണ്ടും കളിപ്പിച്ച് പാചകം ചെയ്യുവാണ്. അങ്ങനെ കറി ടേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കൊച്ചച്ഛനെ വിളിക്കുവാണ്. അജയനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ
ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. അജയൻ എങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ചെയ്ത് നോക്കി. ദൈവമേ, എരിവും ഉപ്പും കാരണം വായിലേക്ക് വെക്കത്തില്ല. ഇതെന്താടാ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കണം. ഇതെങ്ങാനും അവർക്ക് കൊടുത്ത് അതോടുകൂടി തീർന്ന് പറയണം. പിന്നീട് അനി ഇച്ചിരി വാങ്ങി കൂട്ടി നോക്കി. എന്റെ ആദർശേട്ടാ, ഇത് ഫെയിലിയർ ആണല്ലോ, ഇതെങ്ങാനും കൊടുത്താൽ നമ്മുടെ കാര്യത്തിന്റെ തീരുമാനമായി. മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ വരുവുള്ളെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജയൻ പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇവനെ കൊണ്ടൊന്നും പറ്റില്ലെന്ന്. ഓഹോ, അന്ന ഒരു കാര്യം ചെയ്യ, അച്ഛനും ചെറിയച്ഛനും കൂടെ എന്തോ ഒരു പാചക പുസ്തകം വെച്ചിട്ടാണല്ലോ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങ് ഇനിയും നടത്താൻ പറയാണ്. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ വേറെല്ലോട് പറഞ്ഞെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പുറത്തൊരു കാറ് വന്നു നിന്നു. കാറിനകത്തുനിന്ന് ഷെഫ് പിള്ളേ അങ്ങോട്ട് ഇറങ്ങുവാണ്. അദ്ദേഹത്തെ കണ്ട മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് ഓടിച്ചെന്നു. ആഹാ, കൊള്ളാലോ, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അല്ല, പിന്നെ കല്യാണത്തിനൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻപേ വന്ന് കണ്ട ഒരു ഗിഫ്റ്റൊക്കെ എനിക്ക് കൊടുക്കാനായിട്ട് വന്നെന്ന് പറയണേ. ഇത് കേട്ടതും ആദർശ് അനിയോട് പതുക്കെ പറഞ്ഞു, എടാ നമ്മുടെ നല്ല കാലം തെളിഞ്ഞെന്ന് തോന്നേ. ഇദ്ദേഹം ഇവിടെ വന്നു കേട്ടി നമ്മുടെ നല്ല സമയത്താന്ന് തോന്നുന്നത്. ഒരു പക്ഷേങ്കില് ഇദ്ദേഹത്തെ കൊണ്ട് നമുക്കങ്ങോട്ട് പാചകം ചോദിച്ചാലെന്ന് ചോദിക്കാം. അനി പറഞ്ഞ് ഏട്ടനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കണം. പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരിക. വന്നിപ്പോൾ ആദർശ് പറഞ്ഞു, നമുക്കൊരു സെൽഫി എടുത്താലെന്ന് ചോദിക്കാം. അങ്ങനെ പിള്ളേരുമായിട്ട് ഇന്ന് അവരെല്ലാവരും സെൽഫി എടുക്കുക. സെൽഫി ഒക്കെ എടുത്ത് മുത്തച്ഛൻ പറഞ്ഞു, ബാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം അനി പറഞ്ഞു, ആദർശേട്ടാ, നമുക്ക് പോയി അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? എന്ത്? അത് ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരുപക്ഷെ നമ്മളെ സഹായിക്കാൻ പറ്റിയാലോ? അത് ശരിയാ, പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? പോയി പറയുക തന്നെ. കയ്യെ കാലെ പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ സഹായിക്കാൻ പറയണം, അത്ര മാത്രം എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്.